ഹലോ ഗൈസ്, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു കിഡിലൻ ട്രാവലർ. നമ്മുടെ നാട്ടിലൂടെ ചെറിയൊരു ഷോർട്ട് ട്രിപ്പ് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഹോസ്പിറ്റൽ പരിപാടികളും എല്ലാം കഴിഞ്ഞ് ഒന്ന് ഫ്രീ ആയി തുടങ്ങിയിട്ടുള്ളൂ. നമുക്കിനി കുറച്ച് ട്രിപ്പുകളൊക്കെ ഒന്ന് പോകാൻ പറ്റുമെന്ന് നോക്കാം. എന്തായാലും നമ്മുടെ നാട്ടിലെ കോതമംഗലത്ത് കുട്ടമ്പുഴ എന്ന് പറയുന്ന സ്ഥലത്തോടെയാണ് ഇപ്പൊ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇവിടുത്തെ ചെറിയ കാഴ്ചകളൊക്കെ ഒന്ന് കാണിച്ചു തരാം. കുട്ടമ്പുഴയുടെ റോഡിൽ കൂടെയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. സൈഡിൽ നമുക്ക് പെരിയാറ് കാണാം. ഇവിടെ ഒരു അടിപൊളി ഒരു പെട്ടിക്കട, ചായ കുടിച്ച് ഇതാ ഇവിടെ ഒരു ചെറിയൊരു ഇതിനെന്താ പറയുന്നേ, ടെൻറ്റോ. നല്ല രസമുള്ളൊരു സ്ഥലമാണ് കേട്ടോ. നോക്കി, ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ വേനൽക്കാലത്ത് പെരിയാറിൻ്റെ സൈഡിൽ ഇങ്ങനെ ഇരിക്കാം. അടിപൊളി കടയാണല്ലോ, നല്ല ഭംഗിയുണ്ട്. ഇതേതാ പുതിയ കടയാണത്? ഒരു 1.5 കൊല്ലം മുമ്പ് ഇവിടെ ഉണ്ടായിരുന്നില്ല. 4 മാസമേ ഉള്ളൂ അല്ലേ? അപ്പോൾ വിജീഷ് ഭായിയുടെ കടയാണിത്. പുഴയുടെ സൈഡിൽ നമുക്ക് ഇവിടെ ഇരിക്കാനുള്ള സ്ഥലമൊക്കെ ഉണ്ട്. ഒരുപാട് സെലിബ്രിറ്റികളൊക്കെ ഇവിടെ വന്ന് പോയിന്ന് പറയുന്നു. അപ്പോൾ വൈകുന്നേരം 4 മണിയായി. ഒരു സുഖീനും ചായയൊക്കെ കുടിച്ചിങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ സമയമുള്ളവരൊക്കെ ഇതിലെ വാ, നമ്മുടെ കുട്ടമ്പുഴ വന്നൊന്ന് എൻജോയ് ചെയ്യുക. ഇതിൽ പോയി കഴിഞ്ഞാൽ മാമലക്കണ്ടം പോവാം. മാമലക്കണ്ടത്തൊക്കെ ഇപ്പോൾ ഏകദേശം 19ഓളം ഹോം സ്റ്റേയും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. വിജീഷ് ഭായി പോട്ടെ കാണാം. ഇവിടെ വേറെയും ഇതുപോലെ ഷോപ്പുകളുണ്ട്. അത് കൊള്ളാം. എന്തായാലും 1.5 കൊല്ലത്തിനിടയ്ക്ക് ഇവിടെ ഭയങ്കര മാറ്റമായി പോട്ടോ. മറ്റേ ഇവിടെയൊക്കെ വെറുതെ കിടന്നിരുന്നതാണ്. കൊച്ചിൻ ടൂറിസ്റ്റ് ഹോം. ഇതാണ് കൊച്ചു കുട്ടമ്പുഴ. ഇവിടെ നിന്നാണ് നമ്മൾ എപ്പോഴും തിരിഞ്ഞു പോകുന്നത് മാമലക്കണ്ടം റൂട്ടിലേക്ക്. ജസ്റ്റ് കുട്ടമ്പുഴ വരെ വന്ന് പോകാനുള്ളൊരു പരിപാടിയിൽ പോകുന്നതാണ്. എന്തായാലും മാമലക്കണ്ടം ഒന്ന് എക്സ്പ്ലോർ ചെയ്തിട്ട് വരാം. അതെ, ഇവിടെ ഒരുപാട് ടൂറിസ്റ്റുകളൊക്കെ ഉണ്ട്. അപ്പോൾ പണ്ടൊക്കെ ഈ റോഡ് വളരെ ചെറിയൊരു റോഡ്. ഒരുപാട് ആൾക്കാർ ക്യാമറയൊക്കെ ആയിട്ട് വരുന്നു. ഇപ്പോൾ തമിഴ്നാട്ടിൽ നിന്ന് വന്നിട്ട് കർണാടക ഇവിടെ നിന്നൊക്കെയുള്ള ടൂറിസ്റ്റുകളാണ് കേട്ടോ. റോഡൊക്കെ നല്ല അടിപൊളിയായി. പണ്ടൊക്കെ നമ്മുടെ ഒരു കാറ് പോകുമ്പോൾ ഈ റോഡ് തീർന്നു പോയിരുന്നു. അത്രയ്ക്ക് ചെറിയ വഴിയായിരുന്നു. അമേരിക്കയിലെ റെഡ് വുഡ്സ് പോലെ ഈ മരത്തിനൊക്കെ ഏകദേശം അത്രയും ഹൈറ്റ് ഉണ്ട് കേട്ടോ. കൊള്ളാം. പക്ഷെ വണ്ണം തീരെ കുറവാണ്. എന്തോരം ടൂറിസ്റ്റുകളാണ് ഇപ്പോൾ ഇതിലെ വരുന്നത്. ബൈക്കുകാരൊക്കെ ഒരുപാട്. ഇതിപ്പോൾ ഒരു സാധാ റോഡ് പോലെ ആയിട്ടോ ഇങ്ങോട്ടേക്കുള്ള വഴി. നമ്മുടെ മരങ്ങളൊക്കെ ഭയങ്കര അടിപൊളിയായിട്ടോ. ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് നമ്മൾ ഇതൊക്കെ ശ്രദ്ധിക്കുന്നത്. നമ്മൾ അമേരിക്കൻ കാടുകൾ കണ്ടിട്ട് ഇവിടുത്തെ കാട് കണ്ടപ്പോഴാണ് നമ്മുടെ കാടിൻ്റെ ബ്യൂട്ടി മനസ്സിലാവും. ഒന്ന് സ്റ്റോപ്പ് ചെയ്ത് ഒരു ലോറിയുടെ അത്രയും വീതി ഉണ്ട് ഇതിൻ്റെ മൊത്തത്തിലുള്ള ഒരു സ്ട്രക്ചർ. ഈ മരത്തിനൊക്കെ എന്തെങ്കിലും ഒരു പേരിട്ട് ഇവിടെ വെച്ച് കഴിഞ്ഞാൽ ടൂറിസ്റ്റുകൾ വന്ന് ഇവിടെ നിന്ന് ഫോട്ടോ എടുത്ത് മൊത്തത്തിൽ അടിപൊളിയാവും. ഒരു കിടിലൻ മരമാണ്. അതുപോലെ നമുക്ക് ഇതുപോലത്തെ ഒരുപാട് മരങ്ങൾ അങ്ങോട്ട് കാണാൻ പറ്റും. ഇതാ നിൽക്കുന്ന നോക്കി. ഇതൊക്കെ ഏത് ജനസിൽ പെട്ടതാണ് എന്താണെന്നുള്ളൊരു ഡീറ്റെയിലൊക്കെ ഇവിടെ എഴുതി വയ്ക്കുകയാണെങ്കിൽ വളരെ അടിപൊളിയാണ്. സൂപ്പർ മരം. എന്തായാലും അവിടെ നിന്നൊരു ഫോട്ടോ എടുത്ത് നോക്കാം നമുക്ക്. കാടും മരവും കണ്ടു കഴിഞ്ഞാൽ നമ്മൾ വീടുമില്ല. ഇത്രയും വലിയൊരു മരം ഇവിടെ ഉണ്ടായിട്ട് നമ്മളൊരു മിനിമം ഒരു 5-10 പ്രാവശ്യം നമ്മൾ ഈ റോട്ടിലൂടെ പോയിട്ടുണ്ട്. പക്ഷെ ഇതുവരെ നമ്മൾ ഇതൊന്നും ശ്രദ്ധിച്ചിട്ടില്ല. എന്തൊരു ബ്യൂട്ടിഫുള്ളാണ് ഈ മരം. ഇത് നോക്കി, ഇതിൻ്റെ വേരുകൾ നിൽക്കുന്നുണ്ടോ? ഇതിൻ്റെ വേരുകൾ, ഇതിൻ്റെ വീതി നമ്മുടെ കാലിഫോർണിയയിലെ സെക്വയ മരത്തിൻ്റെ ഒരു എന്താ പറയുക, അവിടെ മുതൽ അത്രയും വീതി ഉണ്ടാകും അവിടുത്തെ ഫുൾ മരത്തിന്. പക്ഷെ എന്നാലും അതിൻ്റെ അത്രയും തന്നെ ഒരു ഭംഗി നമുക്ക് തോന്നും ഈ മരം കാണുമ്പോൾ. ഇതിൻ്റെ ഈ ഒരു സൈഡും ഇതൊക്കെ വേരുകളൊക്കെ പോയേക്കുന്ന എന്തൊരു ഭംഗിയാണ്. ഇതിൻ്റെ ഈ പേരൊക്കെ ഇട്ട് ഇവിടെ ചെറിയൊരു നെയിം ബോർഡൊക്കെ വെച്ച് കഴിഞ്ഞാൽ മാമലക്കണ്ടം കുട്ടമ്പുഴ ഭാഗം ടൂറിസം കേന്ദ്രത്തിൽ ഒന്നുകൂടെ അതിൻ്റെ പേര് അടയാളപ്പെടുത്തും. അടിപൊളി. ഈ മരം തീർച്ചയായിട്ടും ഇവിടെ വന്ന് കണ്ടു കഴിഞ്ഞാൽ അത് വർത്താണ് കേട്ടോ. ഇതൊക്കെ ഫ്രീ ആയിട്ട് നമ്മുടെ നാട്ടിൽ കാണാൻ പറ്റിയ അത്ഭുതങ്ങളാണ്. എന്താ പറയുന്നത്, ഇതിൻ്റെ ഇതിൻ്റെ വേരുകൾ പോയേക്കുന്ന നോക്കി. ഒരു വളരെ മനോഹരമായൊരു മരമാണ് കേട്ടോ ഇത്. പക്ഷെ എൻ്റെ പൊന്നെ, ഇത് രസമാണെന്ന് നോക്കി. നമുക്കിവിടെ ഒരു നമ്മൾ നിന്നാൽ തന്നെ ഈ മരത്തിൻ്റെ ഇവിടെ നിന്നാൽ തന്നെ അതായത് ഇവിടെ ഒരു ടെൻ്റൊക്കെ കെട്ടി നമുക്കിവിടെ താമസിക്കാം. അടിപൊളി. ശരിക്കും ഒരു നമുക്ക് ഈ മരത്തിന് കാർപോർച്ച് മരം ഇടാം അല്ലേ? പേര് നമുക്ക് തന്നെ അങ്ങ് പേരിടാം. എന്താണ് അടിപൊളി. ഈ സൈഡിലേക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ ഇത്രയും വീതിയിൽ ഇങ്ങനെ ഇത് വന്നേക്കുന്നു, വേരുകൾ വന്നേക്കുന്നു. ആ വേരുകൾ ഒരു പ്രത്യേക
ഭംഗിയിലാണ് വന്നേക്കുന്നത്. നല്ല ഹൈറ്റിൽ ഇങ്ങനെ വന്നേക്കുന്നത്. ഇതൊക്കെ നമ്മുടെ കാലിഫോർണിയയിൽ ഇങ്ങനെ പോകുന്ന സ്ഥലത്തൂടെ എന്താ പറയുക ടണൽ എന്നും പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. അതിൽ കടന്നു പോകാൻ വേണ്ടിയിട്ട്. ഇതൊക്കെ അടിപൊളിയാണ് കേട്ടോ, സൂപ്പർ. അപ്പോൾ നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോകാം. അമേരിക്കയിലൊക്കെ പോയി നന്നായിട്ട് എക്സ്പ്ലോർ ചെയ്തിട്ടുള്ളവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ ഇവിടെ വന്ന് കാണണം കേട്ടോ. കാരണം അവർക്കൊക്കെ ശരിക്കും ഇവിടെ വരുമ്പോൾ വീണ്ടും വലിയൊരു അത്ഭുതമായിട്ട് തോന്നും. നല്ല ഞാൻ ഒരുപാട് പ്രാവശ്യം വന്നിരിക്കുന്ന ഒരു ഫോറസ്റ്റിലൂടെ നമ്മൾ വീണ്ടും വരുമ്പോൾ നമുക്ക് തോന്നുന്ന ഒരു കൗതുകം ഭയങ്കരമാണ്. നമുക്ക് ചെറിയൊരു അബദ്ധം പറ്റിയിട്ടോ. അതായത് നമ്മുടെ റോഡ് നമ്മൾ പിണവൂർകുടി എന്ന് പറയുന്ന വഴിയിലേക്ക് ആയിപ്പോയി. നമ്മൾ ശരിക്കും മാമലക്കണ്ടം റോഡിലേക്ക് കയറിയിട്ട് വഴി മാറിപ്പോയി. അപ്പോൾ ഈ റൂട്ടിലാണ് നമ്മൾ ആ മരങ്ങൾ കണ്ടത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനും പല പ്രാവശ്യം വന്നിട്ട് ആ മരങ്ങളൊന്നും നോട്ടീസ് ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മളും ഈ വഴിക്ക് ആദ്യമായിട്ട് വരുന്നതുകൊണ്ടാണ് നമ്മൾ ആ മരം കണ്ടപ്പോൾ നമുക്കൊരു അത്ഭുതം തോന്നിയത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ പിണവൂർകുടി റൂട്ടിൽ വന്നിട്ട് ഈ മരം കണ്ടിട്ട് പോകണം, അടിപൊളിയാണ്. നമ്മളപ്പോൾ അവിടെ വണ്ടി അവിടെ ഇട്ട് തിരിച്ചു പോരുന്ന വഴിയാട്ടോ, വന്ന വഴിയാണ് തിരിച്ചു പോവാം. നല്ല അടിപൊളി. ഇത് റബ്ബർ മരം അല്ല കേട്ടോ, ഇത് ഇവിടെ ഫോറസ്റ്റിൽ നിൽക്കുന്ന കൂപ്പ് മരങ്ങളായിരിക്കും. ഇത് ഒരേ ടൈപ്പുള്ള മരങ്ങൾ, നല്ല ഭംഗിയുണ്ട്. നമ്മുടെ കാർ പോർച്ച് മരം അവിടെ നിൽക്കുന്നത്. തിരിച്ചു വന്നപ്പോൾ നമ്മൾ വീണ്ടും കണ്ടു ഓരോ സൈഡിൽ കൂടെ നമുക്കത് കയറ്റിയിടാം, വണ്ടി കയറ്റിയിടാനുള്ള സൗകര്യമുണ്ട്. നമ്മൾ തിരിച്ചു വന്ന് വീണ്ടും മാമലക്കണ്ടം റോഡിലേക്ക് കയറി. ഈ റോഡിലും ടൂറിസ്റ്റ് വണ്ടികൾ വരുന്നുണ്ട് കേട്ടോ. സമയം 6 മണിയായി. ഒത്തിരി റിസ്ക്കാണ് ഈ വഴി പോണത്, കുഴപ്പമില്ലായിരിക്കും അല്ലേ? ഈ വഴിക്ക് ഒരു മാറ്റവും വന്നിട്ടില്ല കേട്ടോ. നമ്മളപ്പോൾ ആദ്യം റോഡൊക്കെ മാറിപ്പോയതുകൊണ്ടാണ് പണ്ട് നമ്മൾ പോയതിനും വളരെ മോശമായിട്ടാണ് ഈ റോഡ് കിടക്കുന്നത്. പക്ഷെ വണ്ടികൾ വരുന്നുണ്ട്. നമ്മൾ പോയിരുന്ന വഴിക്ക് ഇവിടെ ബോർഡുണ്ട്, മാമലക്കണ്ടം അടിമാലി മൂന്നാർ. ഈ റോഡ് കുറച്ച് കോൺക്രീറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട്, പക്ഷെ വീതി കൂടിയിട്ടില്ല. കാരണം വനം വകുപ്പിൻ്റെ സ്ഥലമായതുകൊണ്ട് ഇവിടെ അധികം കളി നടക്കില്ല, അതുകൊണ്ടായിരിക്കാം. പക്ഷെ ഈ വീതി കുറവാണ് ഇതിൻ്റെ ഒരു ഭംഗി. റോഡിൻ്റെ അവസ്ഥ വളരെ പരിതാപകരമാണ്. എന്ന് വെച്ചാൽ വലിയ കട്ടറുകളൊന്നുമില്ല, ടൂറിസത്തിനനുസരിച്ച് മെച്ചപ്പെട്ടിട്ടില്ല. അതാ ഇവിടെ ബ്രിഡ്ജ് പൊളിച്ചു അടിപൊളിയൊക്കെ. അതെ, ഈ പാലമെങ്കിലും പണിതിട്ട് ഇച്ചിരി വീതിക്ക് പണിയായിരുന്നു. ഇതെന്താ ഒരു ചെറിയൊരു പാലം പണിത് വെച്ചേക്കുന്നത്. ഓ, ഈ സ്ഥലമൊക്കെ ഭയങ്കരമായിട്ട് തെളിഞ്ഞു പോയിട്ടോ. ഇതൊക്കെ വലിയൊരു പൂരപ്പറമ്പ് പോലെ. ഇവിടെയൊക്കെ ഒരുപാട് വണ്ടികളൊക്കെ വന്ന് നിൽക്കുന്നുണ്ടെന്ന് തോന്നുന്നു. ഇവിടെ ടൂറിസ്റ്റുകളൊക്കെ വന്ന് അവിടെ ഇരിക്കുന്നുണ്ട്. ഒരുപാട് കുട്ടികളൊക്കെ ഉണ്ട്, പിള്ളേരൊക്കെ വന്ന് അടിച്ച് പൊളിക്കുകയാണ്. ഇതിലെ യാത്ര ചെയ്തിട്ട് നമുക്ക് വലിയൊരു ഡിഫറൻസ് ഒന്നും തോന്നിയില്ല കേട്ടോ. കാരണം KSRTCയിൽ പോകുമ്പോഴാണ് ഈ റോഡിൻ്റെ ആ മനോഹാരിത നമുക്ക് ഫുള്ളായിട്ട് ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ കാറിലൊന്നും പോകുമ്പോൾ നമുക്ക് ആ ഒരു ഫുള്ള് എഫക്റ്റ് അങ്ങ് എനിക്ക് തോന്നുന്നില്ല. നമ്മൾ 2 പ്രാവശ്യം ഇതിലെ KSRTC ട്രിപ്പ് പോയിരുന്നു. അപ്പോൾ ആ ബസ് പതുക്കെ കയറിപ്പോയി ഈ കാട്ടിലൂടെ റോഡ് നിറഞ്ഞു പോകുന്ന ഒരു യാത്ര വളരെ അടിപൊളിയാണ്. നമ്മൾ പക്ഷേ ആ പിണവൂർകുടി റോഡ് പോയത് എനിക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടു. ഭയങ്കര അടിപൊളിയായിരുന്നു അങ്ങോട്ട് കയറിയ പോകുന്ന വഴികളൊക്കെ. പക്ഷെ നമുക്ക് അത് അധികം എക്സ്പ്ലോർ ചെയ്യാനും അങ്ങോട്ടില്ല. പക്ഷെ ആ ഒരു ചെറിയൊരു ട്രിപ്പ് വളരെ അടിപൊളിയായിരുന്നു. നമുക്കിവിടെ കയറി ഒരു ഗ്ലാസ് വെള്ളം വാങ്ങാം. അടച്ചുപോയി, കട അടച്ചുപോയി. കട ടേബിളെടുത്ത് വാതിക്ക് വെച്ചേക്കാം. മെറി ക്രിസ്മസ് ഇവിടെ കഴിഞ്ഞിട്ടില്ല കേട്ടോ. എന്തോരം ആളുകളാണ് വരുന്നതെന്ന് നോക്കി. പണ്ടൊന്നും ഇങ്ങനെ വണ്ടികളുണ്ടായിരുന്നില്ല. ഇപ്പോൾ പോയത് കാറുകളിങ്ങനെ നിരത്തി പിടിച്ചാണ് വരുന്നത് ഇതിൽ. ഓ, ഇവിടെയുള്ളവർ ബുദ്ധിയുള്ളവരാട്ടോ. മാമലക്കണ്ടം വെൽക്കംസ് യു എന്നൊക്കെ പറഞ്ഞൊരു ബോർഡ് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ഭയങ്കര സംഭവമാണ്. കാരണം ചെറിയൊരു ബോർഡാണെങ്കിലും അത് പുറമേ നിന്ന് വരുന്ന ടൂറിസ്റ്റുകൾക്കൊക്കെ വളരെ സന്തോഷം തോന്നും. ഇതാ ഇവിടെ ജീപ്പുകളൊക്കെ കിടക്കുന്നുണ്ടോ. ഇവരാന്ന് തോന്നുന്നു ആ ബോർഡൊക്കെ അവിടെ എഴുതി വെച്ചേക്കുന്നത്. അവർ ഓഫ് റോഡിൻ്റെ ആളുകളാണ് അവിടെ നിൽക്കുന്നത്. ടൂറിസ്റ്റ് വണ്ടികളുടെ ബഹളം. നമ്മൾ മാമലക്കണ്ടം കഴിഞ്ഞും മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. രാജപാതനെ കുറിച്ച് നമ്മൾ അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ അറിയാൻ കഴിഞ്ഞത് ഡിസംബർ 22-ാം തീയതിയോടുകൂടി അത് ഫുള്ളായിട്ട് ക്ലോസ് ചെയ്തു എന്നാണ്. അപ്പോൾ നമുക്കിനി അങ്ങനെയുള്ളൊരാഗ്രഹം എന്തായാലും നടക്കാൻ പോകുന്നില്ല. അവിടെ വന്നവരൊക്കെ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടാക്കി അത് മൊത്തത്തിൽ സ്റ്റോപ്പാക്കി എന്നാണ് പറയുന്നത്. ഇവിടെ ഇപ്പോൾ ഈ മാമലക്കണ്ടത്തെ ജീപ്പ് സഫാരി ഭയങ്കര ഫേമസ് ആയിക്കൊണ്ടത്. ആ കാണുന്ന മലയുടെ മുകളിലേക്ക് ഇവർ ഈ ജീപ്പിൽ കൊണ്ടുപോയി എന്താ പറയുന്നത്, ഒരു 1.5 മണിക്കൂറാണ്. 2000 രൂപ 6 പേർക്ക് യാത്ര ചെയ്യാം. എന്തായാലും രാജപാത നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റില്ല എന്നുള്ള ഒരു വാർത്ത വളരെ വിഷമത്തോടു കൂടിയാണ് നമ്മൾ കേട്ടത്. നമ്മൾ പോരുന്ന വഴിക്ക് കാണുന്ന കേട്ടോ ഒരു ജീപ്പ് സഫാരിയുടെ ഒരു സംഭവം ഇവിടെ വെച്ചിട്ടുണ്ട്. അടിപൊളിയായിട്ടുണ്ട്.
ഇങ്ങനെ വെറൈറ്റി ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ ഈ ടൂറിസ്റ്റ് പ്ലേസിൽ വയ്ക്കുമ്പോഴാണ് ടൂറിസ്റ്റുകൾക്ക് ഒരു എനർജി കിട്ടുള്ളൂ. എന്തായാലും അത് ചെയ്തവർക്ക് നമ്മുടെ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. എന്തോരം ആൾക്കാരെ വരുന്ന നോക്കി, എൻ്റെ അമ്മേ. ഇത് മാമലക്കണ്ടം വേറെ ലെവലായി പോയിട്ട് ഒരു 1.5 കൊല്ലം കൊണ്ട്. ഇപ്പൊ ചെറിയൊരു തണുപ്പും ഉണ്ട് കേട്ടോ ഇവിടെ. ഫൈനലി നമ്മള് മാമലക്കണ്ടം അങ്ങോട്ട് കയറ്റിയിട്ടേ സ്കൂളിന്റെ അവിടെ എത്തി. ഇവിടെ ടൂറിസ്റ്റുകളൊക്കെ നിൽക്കുന്നുണ്ട് ഈ സമയത്തും. സമയം ഇപ്പോൾ 7 മണിയായിട്ടോ. അത്യാവശ്യം ചെറിയൊരു തണുപ്പുണ്ട് കേട്ടോ ഇങ്ങോട്ടേക്ക്. എന്തായാലും ഇവിടെ നമ്മുടെ ജീപ്പ് സഫാരിയുടെ വണ്ടി കിടക്കുന്നുണ്ട്. നീണ്ട നിര തന്നെ കാണാം കടകളുടെ. പിന്നെ അവിടെ ഒരു വെള്ളച്ചാട്ടം ഉണ്ടായിരുന്നു. ആ വെള്ളച്ചാട്ടം അതിപ്പോൾ വറ്റി നിൽക്കുകയാണ്. അതിൻ്റെ വെള്ളം ഇല്ലാന്ന് തോന്നുന്നു. ഒരുപാട് ആളുകൾ വരുന്നുണ്ട്. എന്തായാലും ഇവിടുത്തെ ക്ലൈമറ്റ് കൊള്ളാം, അടിപൊളിയാണ്. രാത്രിയായി തുടങ്ങി. നമ്മുടെ യാത്ര ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നു. മിക്കവാറും നമ്മൾ ആനക്കുളത്തേക്കൊന്ന് പോയാലെന്നാണ് ആലോചിക്കുന്നത്. കാട്ടിലൂടെ രാത്രി പോയിക്കൊണ്ടിരിക്കുന്നു. ആനകളുണ്ടോയെന്നിങ്ങനെ നമ്മൾ നോക്കിയാണ് പോകുന്നത്. ഏതാണ് ഒരു കാട്ടുപോത്ത്? എൻ്റെ പൊന്നെ, അത് തൊട്ട് ഈ ലെഫ്റ്റ് സൈഡിലൊരു പുഴയുണ്ട്. അവിടെ നിന്ന് വെള്ളം കുടിച്ചിട്ട് പോകുന്ന കാട്ടുപോത്തുണ്ടോ. ഈ വഴിയിലൂടെ നമ്മൾ വന്നിട്ട് ആദ്യമായിട്ടുണ്ട് ഒരു വന്യമൃഗത്തെ കാണുന്നത്. ഇത് എൻ്റെ 3ാമത്തെ ട്രിപ്പാണ് ഈ റോഡിലൂടെ. ഇതിലെയൊക്കെ നമ്മൾ രാത്രി പോകുമ്പോൾ ശരിക്കും കാടിൻ്റെ ആ ഒരു സൗണ്ടും കൂടെ നമുക്ക് കേൾക്കും കേട്ടോ. നമ്മൾ അമേരിക്കയിൽ വെച്ച് കാട്ടിക്കൂടെ പോകുമ്പോൾ ഇതുപോലെ പേടിയാവും നമുക്ക്. പക്ഷേ വേറെ മൃഗങ്ങളോ ഒരു ഇല അനങ്ങണ സൗണ്ട് പോലും നമുക്ക് രാത്രി കേൾക്കാൻ പറ്റില്ല. നമ്മൾ പേടിച്ച് വണ്ടി ഓടിക്കുമ്പോൾ സ്ഥലം തീരില്ല. അതാണ് മെയിനായിട്ടുള്ള പ്രശ്നം. കാട്ടുപോത്തിനെ കണ്ടോടുകൂടി നമ്മൾ ഇത്തിരി ഭീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അത്ര ഭീതിയൊന്നും തോന്നുന്നില്ല, കാരണം നമ്മൾ ഈ റൂട്ടിൽ പല തവണ വന്നിട്ടുള്ളതുകൊണ്ട് നമുക്ക് അങ്ങനെ പേടിയൊന്നും തോന്നുന്നില്ല. തന്നെയല്ല, അമേരിക്കയിൽ നമ്മുടെ കാട്ടിലൂടെ യാത്ര ചെയ്ത് കാട്ടിക്കൂടെ പോണതിനോടൊരു പേടി ഇത്തിരി കുറഞ്ഞിരിക്കുകയാണ് എൻ്റെ. പണ്ടൊക്കെ എനിക്ക് നല്ല പേടിയായിരുന്നു. വണ്ടികൾ പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്ടോ. കുറച്ചൊന്നും പറ്റണം. ആനിങ്ങളിവിടെ ബസ് പോകാൻ ചെറിയൊരു വഴിയുള്ളൂ. പോട്ടെ നീ ചോദിക്കണം. നീ ഫ്രണ്ടിലെടുത്ത് പോട്ടോ. നിർത്ത്, ഞാൻ നോട്ടെ. കുഴപ്പമില്ല. ഒരു വണ്ടി വന്നു കഴിഞ്ഞാൽ പോകാനുള്ള സ്പേസ് ഇല്ല കേട്ടോ എപ്പോഴും. എന്തായാലും ആന ബസ് വന്നതോടുകൂടി ഇനി ആന ഉണ്ടാവില്ല. കാട്ടിൽ നിന്ന് നമ്മൾ ഒരു ചെറിയ പഴമ്പിള്ളിച്ചാൽ എന്ന് പറയുന്നൊരു സിറ്റിയിലേക്ക് എത്തിയിട്ടോ. കാട്ടിലൂടെ വന്ന് നമ്മൾ ഫൈനലി ഇരുമ്പുപാലം ടൗണിലേക്ക് എത്തിയിരിക്കുകയാണ്. ആലുവ മൂന്നാർ റോഡിലേക്കാണ് ഇപ്പോൾ നമ്മൾ കയറുന്നത്. ഇരുമ്പുപാലം ടൗണിലൂടെയാണ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ലൈറ്റായിട്ടൊരു ഫുഡ് കഴിക്കാം. റോയൽ ഹോട്ടൽ അടിമാലി എത്തി. നമുക്ക് എന്തായാലും ഇവിടം വരെ വന്നതല്ലേ, ആനക്കുളത്തെ വിശേഷങ്ങൾ എന്താണെന്നൊന്ന് പോയി അറിയാം. നമ്മൾ നാട്ടിലെത്തി ഇത്രയും ദിവസങ്ങളായിട്ട് ഇതുവരെ നമുക്കൊന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മുടെ യാത്രകൾ ഇങ്ങനെ മിസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം ഒരു ചെറിയൊരു റിലാക്സേഷന് വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. എന്തായാലും നമുക്കിപ്പോൾ പോരുന്ന വഴിയിൽ ഒക്കെ വളരെയധികം ഒരു സന്തോഷം തോന്നി. കുറേ നാളുകൾക്ക് ശേഷം നമ്മുടെ നാട്ടിലൂടെ ഒരു ചെറിയൊരു ട്രിപ്പായിട്ട് ഇങ്ങനെ പോകുമ്പോൾ. അടിമാലി മൂന്നാർ മെയിൻ റോഡിലൂടെയാണ് നമ്മൾ മാങ്കുളം പോകാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കല്ലാറിന്ന് ലെഫ്റ്റ് തിരിയണം. കല്ലാറ് വന്നപ്പോൾ നമുക്കിവിടെ തിരിയാൻ പറ്റാത്തൊരു കണ്ടീഷനാണ്. ഇവിടെ ഉത്സവം നടക്കുക. ഉത്സവം എങ്ങനെയുണ്ടെന്ന് പോയി കാണാം.
പറയില്ല, അടിപൊളിയായിരുന്നു. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കല്ലാറുകാരുടെ ഉത്സവം അടിപൊളിയാണ്. നമ്മൾ കഴിഞ്ഞ് സമയം രാത്രി 9:30 മാങ്കുളം സിറ്റിയിലെത്തി. നമ്മൾ ഇത്രയും ലേറ്റ് ആയില്ല, കടകളൊക്കെ അടച്ചു പോയി. ഇനി ഉടനെ തന്നെ നമ്മൾ ആനക്കുളത്തേക്ക് എത്തും. വളരെ നേരത്തെ യാത്രകൾക്ക് ശേഷം നമ്മൾ ആനക്കുളത്തേക്ക് എത്താറായി. ഏകദേശം 10 മണിയാവണം. ഈ റോഡൊക്കെ നമ്മളൊരു 4 കൊല്ലം മുമ്പ് വരുമ്പോൾ വളരെ മോശമായിട്ട് നമ്മുടെ കാറ് ഇതിൽ പോവില്ലായിരുന്നു. ഒരു 100 മീറ്റർ പോകണമെങ്കിൽ ഒരു 10 മിനിറ്റ് എടുക്കുമായിരുന്നു. അങ്ങനത്തെ വഴിയായിരുന്നു. ഇപ്പം നല്ല സൂപ്പർ റോഡായിട്ടുണ്ട്. ഇപ്പം ഇന്ന് നമ്മൾ യാത്ര ചെയ്ത എല്ലാ സ്ഥലത്തോടെയും നല്ല അടിപൊളി റോഡുകളാണ്. എസ്പെഷ്യലി ഈ ടൂറിസ്റ്റ് പ്ലേസുകൾ ഇങ്ങനെയുള്ള സ്ഥലത്തോടെയൊക്കെ നല്ല കിടിലൻ റോഡുകളാണ്. അത് ഭയങ്കര ഒരു ചേഞ്ചാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പം ഫൈനലി നമ്മൾ ആനക്കുളത്ത് എത്തി. രാത്രി 9:40 ഇപ്പോൾ ഇവിടെ എത്തിയപ്പോൾ സ്റ്റിൽ ഇവിടെ ഒരു ആളനക്കൊക്കെ ഉണ്ട്. ഇവിടെ പള്ളിയിൽ എന്തോ പെരുന്നാളുണ്ട് കേട്ടോ. ആനക്കുളത്ത് വന്നിട്ട് ആദ്യമായിട്ട് നമ്മൾ ആനനെ കാണാൻ പോകുന്നത്. ഓ മൈ ഗോഡ്, അത് അടിപൊളിയായിട്ടോ, സൂപ്പർ. ഇത്രയും നാളും നമ്മൾ ആനനെ കണ്ടിട്ടില്ല. ഈ ഒരു കറക്റ്റ് പൊസിഷനിൽ നിന്നിട്ടാണ് ആന വെള്ളം കുടിക്കുള്ളൂ എന്നാണ് പറയുന്നത്. അവിടെ ഒരാൾ വെള്ളം കുടിച്ച് അവിടെ കയറി നിൽക്കുന്നുണ്ട്. ഭയങ്കര വർത്തായിപ്പോൾ ഇന്നത്തെ വരവ്. ഇവിടെ ഒരുപാട് ആളുകൾ ആനനെ കാണാനിപ്പോൾ നിൽക്കുന്നുണ്ട്. ഇത്രയും വണ്ടികൾ. ആനക്കുളത്ത് 3ാമത്തെ വരവാണ്. 3ാമത്തെ വരവിലാണ് നമുക്ക് ആനക്കുളത്ത് ഒരു സന്തോഷകരമായ കാഴ്ച കാണാൻ പറ്റിയത്. 2, 4, 6 ആനയുണ്ട് കേട്ടോ. സൂവിലൊക്കെ പോയിട്ട് ആനേനെ അടുത്ത് കാണുന്നത് പോലെ നമുക്കൊരു ശല്യമില്ലാതെ ഇത്രയും അടുത്ത് കാണാൻ പറ്റുക എന്ന് പറയുന്നത് വളരെയധികം സൗകര്യമാണ്. മോളിൽ കയറി എന്നാൽ പതുക്കെ വീട്ടിലേക്ക് പോകാൻ തോന്നുന്നു കേട്ടോ. ഒരു സമയത്തിന് 50 വരാറുണ്ടോ? 50-57 അതെ, ഒരു ദിവസം മാക്സിമം 57 വരെയൊക്കെ വന്നിട്ടുണ്ടെന്ന് പറയുന്നത്. ഇവിടെ ഇന്നലെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടുത്തെ സാഹചര്യം, ഇവിടുത്തെ ആ ഒരു എന്താ പറയുന്നത്, വേനലും ഒക്കെ വച്ചിട്ട് ഒരുപക്ഷെ അടുത്ത ദിവസങ്ങളിൽ ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട്. നമ്മുടെ കടയിൽ ഒരു കട്ടൻ കാപ്പിയും ബജിയൊക്കെ അടിച്ച് ആനേനെയും കണ്ടുകൊണ്ട് ഇങ്ങനെ ഇരിക്കാം കേട്ടോ. ഇവിടെ ആനയുടെ ഒരു കൂട്ടം വേറൊരു മൊബൈലിൽ ഇവിടെ കഥ നടത്തുന്ന ചേട്ടൻ കാണിച്ചു തരുന്നതാണിത്. എത്ര എണ്ണ വരുന്നതെന്ന് നോക്കാം. പകലും വരും അപ്പൊ ആനല്ലേ? തമിഴ്നാട്ടിൽ നിന്നൊക്കെയാണ് കൂടുതലും ആൾക്കാർ ഇവിടെ വരുന്നത്. ഏകദേശം ഇപ്പോൾ ഒരു അരമണിക്കൂറായി നമ്മൾ വന്നിട്ട്. അതെ, ചിഹ്നമൊക്കെ വിളിച്ച് ഫുഡ് കഴിച്ച് കയറി പോണ രംഗാണെന്ന് തോന്നുന്നത്. വെള്ളം കുടിച്ചിട്ട് ആശാമാർ പോണ പോക്കൊക്കെ. അവിടെ നിന്ന് മണ്ണ് വരിയിട്ട് അത് ആനയുടെ പുറത്തേക്ക് എറിയാണ്. നമ്മൾ വന്നിട്ട് 1 മണിക്കൂറായി. അടിപൊളിയൊരു യാത്രയായിരുന്നു. ഇപ്പോഴും നമ്മുടെ ബാക്കിൽ ആളുകൾ നിൽക്കുന്നത് കാണാം. അവരൊക്കെ ഇപ്പോൾ വന്നിട്ടുള്ളൂ. ഒരുപാട് പേര് രാത്രിയും വരുന്നുണ്ട്. ചില ദിവസം ആന വന്നു കഴിഞ്ഞാൽ രാവിലെ ഇവരെയൊക്കെ നിൽക്കാറുണ്ടെന്ന് പറയുന്നു. ഇപ്പോൾ ഇവിടെ നമ്മൾ മുമ്പൊന്നും വരുമ്പോൾ ഇത്രയും ആനകളെ ഇവിടെ കണ്ടിട്ടില്ല, ഇത്രയും ആളുകളെയും ഇവിടെ കണ്ടിട്ടില്ല. ഇപ്പോൾ ഈ ഒരു സമ്മർ സമയം ആയതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ ആനകളിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും നിങ്ങൾക്ക് കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കാണാൻ സാധിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവർ പറഞ്ഞതനുസരിച്ച് ഇനിയും ആനകളൊക്കെ വരാൻ സാധ്യതയുണ്ട്, രാത്രിയും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കണ്ണടച്ച് വിശ്വസിച്ച് ഒരു പ്രാവശ്യം വന്നൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ആനേനെ കാണുവാണെങ്കിൽ അറിയിക്കണം. ഇന്ന് നമ്മൾ ചെറിയൊരു ഷോർട്ട് ട്രിപ്പ് എടുത്ത് നമുക്കൊന്ന് മനസ്സൊന്ന് ഹാപ്പിയാക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. പുതിയൊരു കിടിലൻ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ ടാറ്റാ, ബൈ ബൈ, ടേക്ക് കെയർ.